ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഇന്ന് വരെ ഒരൊറ്റ ആൾ കൊണ്ടുപോകും. ഏതോ ഒരാൾ ചവളപ്പിന് ബോഡി വയ്ക്കുമ്പോൾ കുറെ നോട്ട് അതിന് മീതിട്ട് അടക്കണം എന്ന് പറഞ്ഞാലും അപ്പം പറഞ്ഞാലും മക്കൾ ചെയ്യില്ലേ? എന്ത് എന്നെ കുഴിച്ചിടുമ്പോൾ മഞ്ചേര മീതെ ഒരു 10,000 നോട്ട് ഇട്ടിട്ട് മൂടണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മക്കൾ ചെയ്യോ? അത് വേണ്ട, അപ്പനെന്തിനാ? അല്ല, ഞാൻ മരണപത്രത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ എൻ്റെ കുഴിമാടത്തിലെ ഒരു 10-25 ലക്ഷം രൂപ ഇട്ട് മൂടണമെന്ന്. ആരെങ്കിലും ചെയ്യോ? ചെയ്യില്ലേ? തരില്ല പറയുള്ളവർ ആര് വിചാരിച്ചാലും 10 പൈസ മരിച്ചു പോകുമ്പോ മാക്സിമം അത് കുറയ്ക്കാനേ നോക്കുള്ളൂ. മഞ്ചയുടെ വിലയിലടക്കം കുറച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ എന്തിനു ഇത്ര വലിയ മഞ്ച അപ്പന് വേണ? പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, ലൈഫ് ഈസ് ടു ഷോർട്ട്. ഈ ജീവിതം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന നന്മകൾ ചെയ്യാതെ പോകുന്നവൻ തീർച്ചയായിട്ടും കരയും. കരയെന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയും. ഞാൻ ഇന്നിപ്പോ ഈ ന്യൂ ഇയറിലൊരു മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ മരിച്ചു പോകുന്ന സമയത്ത് മനുഷ്യന്റെ വേദന എന്താണെന്നറിയോ? ഞാൻ എൻ്റെ ഭാര്യനെ കാണാൻ പറ്റില്ലല്ലോ, ഭർത്താവിനെ കാണാൻ പറ്റില്ലല്ലോ, മക്കളെ കാണാൻ പറ്റില്ലല്ലോ എന്നൊന്നല്ല. ഈ ഉണ്ടാക്കി വെച്ചൊക്കെ കൂടി ഇട്ടിട്ട് പോകണല്ലോ എന്ന് ഓർത്തിട്ടാണ് അനേകം പേര് കരയണത്. അല്ലാണ്ട് ഭാര്യനെ കാണാൻ പറ്റില്ല നമുക്കറിയാലോ. മരിച്ചു കഴിഞ്ഞാല് ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയാ? ധാരാളം ഉണ്ടാക്കിയവൻ ഒക്കെ ഇവിടെ ഇട്ട് പോകുമ്പോ ഭയങ്കര സങ്കടവും. ആ സങ്കടം പിന്നെ ആരോടും പറയാനില്ല. അപ്പൊ ജീവിതത്തിൽ മനുഷ്യൻ മനസ്സിലാക്കാത്തത്, ഇവിടെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കിട്ടുന്നത് കൊടുത്തു നോക്കിയാൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും. ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അത് പങ്കുവെക്കണം. ആ പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മൾ വലുതായി വന്നിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഓരോ സ്ഥാനമാനങ്ങൾ കയറിയിരിക്കുക. എന്ത് സ്ഥാനമാനങ്ങൾ? ഇതിനൊന്നും സ്ഥാനമാനങ്ങൾക്കൊന്നും വലിയ വിലയില്ല. വിലയുള്ളത് എന്തിനാണെന്നറിയോ? നമ്മുടെ മനസ്സിനാണ്. ശരീരത്തിനല്ല വില. ശരീരം തൂക്കി വെക്കാൻ പറ്റും നമുക്ക്? മനസ്സിനാണ് വിലയുള്ളത്. മനുഷ്യന്റെ മനസ്സിന്റെ വേദനകൾ മനസ്സിലാക്കുന്ന മനസ്സിനാണ് ഏറ്റവും വിലപ്പെട്ടത്. ആ മനസ്സിന്റെ അതായത് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന ബാബു പറഞ്ഞു എല്ലാം ഫ്രീ ആണ്. യെസ്, നമ്മൾ വിചാരിക്കുന്നത് നമ്മളെങ്കിലും എന്തെങ്കിലും ഗുണങ്ങൾ കൊടുത്താൽ നശിച്ചു. ഇല്ല, പിടിച്ചു വെച്ചിട്ടുള്ളവരെ നശിച്ചു പോയിട്ടുള്ളൂ. സാമ്പത്തികമായിട്ട് കൊടുക്കുന്നവരാരും ഒരിക്കലും നശിച്ചു പോകില്ല. നശിച്ചു എന്ന് വെച്ചാല് സമ്പത്തൊക്കെ ഇല്ലാണ്ടാവും. അതൊക്കെ തന്നെ വരും. നമ്മുടെ വിചാരം കാശില്ലാണ്ടാണ് ആൾക്കാരെ ആത്മഹത്യ ചെയ്യണെന്ന്. അല്ല, മടുത്തിട്ടാണ്. എന്തിനും ജീവിക്കണേ എന്നിട്ട് മരിക്കണേ. കോടീശ്വരന്മാരും മരിക്കുമ്പോൾ നിനക്ക് എന്തിനുണ്ട്? എന്തിന്റെ കേടാ നിനക്ക്? കോടാനുകോടി സ്വത്തുണ്ട്, എന്നിട്ട് അവൻ എന്തിനാ ആത്മഹത്യ ചെയ്യണേ? മനസ്സിലായിണ്ട? അതിന്റെ അർത്ഥം എന്താ? പണം ഉണ്ടായതിന്റെ പേരില് മനസ്സിന് സന്തോഷം കിട്ടണമെന്നില്ല. നമ്മുടെ വിചാരം ഇതൊക്കെ ഈ തൃശ്ശൂരുള്ള ആൾക്കാരൊക്കെ കാശൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ശവടപ്പിന്റെ സമയത്ത് വേണമെന്ന് 10 അച്ഛന്മാരെ കൊണ്ടുവരാം. എന്തിന്? അച്ഛന്മാർ ഇത്ര എണ്ണം, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല കേട്ടോ. അച്ഛന്മാരുടെ എണ്ണത്തിലൊന്നും കൂട്ടിയിട്ടൊന്നും നമ്മുടെ ജീവിതകാലത്ത് കർത്താവ് പറയുന്നത്, നീ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവൂ. ഞാൻ വിചാരിക്കും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. ഞാനിപ്പോ കടങ്ങോട് പള്ളിയിലാണ് കിടക്കണത്. അവിടെ പള്ളിയിൽ വിചാരിച്ചാണ്. ഇന്നലെ രാത്രി പാതിര കുർബാന 9 മണിക്ക് വെച്ചു. 10 മണിക്ക് മറ്റേ പോലീസ് വരുമല്ലോ. ഞാൻ പറഞ്ഞതേ, ഞാൻ അവിടെ കിടന്നുറങ്ങും. ഇന്നലെ രാത്രി ആട്ടക്കായിട്ട് മരിച്ചു കഴിഞ്ഞാല് വാതിൽ ചവിട്ടി പൊളിക്കരുത്. എന്തേ? ആ നല്ല വാതിലല്ലേ, പിന്നത്തെ വാക്കിൽ ഞാൻ കുറ്റിയിട്ടിട്ടില്ല, അതുകൂടെ കയറിയാൽ മതി. ഈ ജീവിതം അത്രയുള്ളൂ. സമ്പത്തുണ്ടാവാൻ പാടില്ല. സമ്പത്തുണ്ടായി നശിച്ചു പോകും മക്കളെ, ഉറപ്പാണ്. ഹലോ, അതെ അമ്പാനില്ലേ? അതെ, എങ്ങനെയുണ്ടോ? അത് ഞാൻ പാപ്പരാണച്ചു. എന്നാ മറ്റേ അമ്പാനിയെ വിളിക്കാം. ഹലോ, ഞാൻ വലിയ കോടീശ്വരൻ. ഒരു മോൻ കോടീശ്വരൻ, ഒരു മോൻ പാപ്പര്. കണ്ട, സമ്പത്തുണ്ടായ ഒരു കുടുംബത്തിലെ അംബാനിയുടെ കുടുംബത്തിലെ കഥ ഞങ്ങൾ പറയണത്. അപ്പൊ സമ്പത്ത് നമ്മൾ വിചാരിക്കുന്നത്, മക്കളോട് ഞാൻ വളർന്നു വരുന്ന മക്കളോട് നമ്മൾ പറയണത്, നമ്മൾ വിചാരിക്കുന്നത്, പിള്ളേർ വിചാരിക്കണതേ എങ്ങനെയെങ്കിലും കുറെ കാശുണ്ടാക്കിയിട്ടൊന്നും മനസ്സിന് സുഖം കിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ പണം ഏറ്റവും വലിയ ആപത്താണത്. ഈ പണം ഇടപെട്ടിട്ടാണ് ഇവിടെ ഈ കേരളത്തിലുണ്ടായിട്ടുള്ള കൊലപാതകങ്ങളിൽ എണ്ണി നിങ്ങൾ എടുത്തോ 90% പണത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ അടുത്ത് കണ്ട് മരിച്ചു കിടക്കണ അപ്പം മരിച്ചു എടുക്കുക. മക്കള് വാതിലൊക്കെ അടച്ചിട്ട് അപ്പന്റെ വിരലെടുത്തിട്ടുണ്ടല്ല, ഈ മറ്റേ മുദ്രപത്രത്തില് ഇങ്ങനെ ഇനിയിപ്പൊ അപ്പൻ പോക്കോട്ടെ. അപ്പൻ മുദ്രപത്രത്തിൽ ഒപ്പിട്ടു. ഇനി എന്ത് വേണമെങ്കിലും എഴുതിയെടുക്കാം. അപ്പം വലിയ വിൽപത്രമൊക്കെ എഴുതി വെച്ച് പോയിരിക്കും. അത് ഇങ്ങടെന്നൊക്കെ പിള്ളേര് വിരലെടുത്തിട്ട് ഒപ്പിടിപ്പിച്ചു. ഇനി അവനെ എഴുതും. മരിച്ചുപോയ അപ്പം വിചാരിച്ചല്ല നടക്കുക, അവൻ വിചാരിച്ചത് നടക്കും. ഇങ്ങനെയാണ് ലോകം. അപ്പൊ അതുകൊണ്ട് ജീവിതകാലത്ത് നമ്മൾ ജീവിച്ചിരിക്കണം. പ്രത്യേകിച്ച് ആരോഗ്യമുള്ള കാലത്തിട്ടാ. വയ്യാണ്ടായി കഴിഞ്ഞ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ തൃശ്ശൂര് വലിയ കോടീശ്വരന്മാരുണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൻ, ഒരു 50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കോടീശ്വരന്മാരെ എവിടെയാ? ഇല്ലണ്ടായി. എന്തേ? അല്ല, ഇല്ലണ്ടായി.
ഒരു 50 വർഷം കഴിയുമ്പോ തൃശ്ശൂരുള്ള കോടീശ്വരന്മാർ എന്തുണ്ടാവും? ഇല്ലാണ്ടോ വേറെ ആൾക്കാർ വന്നിട്ടുണ്ടോ, വേറെ വീട്ടുപേരൊക്കെ പൊന്തി വരും. അതാണ് അതിന്റെ ഒരു സിസ്റ്റം. അങ്ങനെയാണ്. ഒരു 50 വർഷം കഴിയുമ്പോ ഞാൻ ഉണ്ടാവില്ലട്ടെ, നിങ്ങളുണ്ടാവുന്ന എനിക്കറിയില്ലട്ടെ, എനിക്കറിയാൻ പറ്റില്ലട്ടെ. 50 വർഷം കഴിയുമ്പോ ഈ തൃശ്ശൂർ പട്ടണത്തിലെ കോടീശ്വരന്മാര് വേറെ ആൾക്കാരായിരിക്കും. അതങ്ങനെയാണ്. ഇങ്ങനെ 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 പോവുള്ളൂ. അപ്പൊ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ സാധാരണക്കാരനാകാനായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ സാധാരണക്കാരന്റെ വേദനകൾ, ദുഃഖങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ എന്തോ ആണ് എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മളൊന്നല്ല. ഞാൻ ഡോക്ടറെ അമേരിക്കയിലും UK-ലും പോയി വലിയ ലക്ഷങ്ങൾ സമ്പാദിച്ച് വലിയ വീട് ഇവിടെ വെച്ചു, അതിലെന്താ കാര്യം ഉണ്ടായേ? ആരും ഒന്നും നിന്നെ കുറിച്ച് പറയില്ലേ? പക്ഷെ പറയും, ദേ അതങ്ങനെയല്ല കേട്ടാ, ഇതിങ്ങനെയാണ് കേട്ടാ. അങ്ങനെ നമ്മുടെ ജീവിതം, ഇന്നുള്ള ജീവിതം നാളെ നാം, ഇന്നിപ്പോ കലാഭവൻ മണിയുടെ ദിവസമാണെന്നും ഞാൻ അവിടെ പോയിട്ട് വരണേ. കുറുക്കഞ്ചേരിയില് ഇന്നൊരു 10-20 വിവാഹങ്ങള്, സാധു പെൺകുട്ടികളുടെ വിവാഹം അവിടെ നടത്തി കൊടുക്കുന്ന ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറയണേ. ആ മനുഷ്യൻ മരിച്ചു പോയിട്ടും അയാളുടെ പേരില് എത്ര പേർക്ക് ജീവിതത്തില് ആശ്വാസം കിട്ടണേ? അതാണ് കാര്യം. ഇത് ഉണ്ടാക്കി കൂട്ടുന്ന കുറെ മനുഷ്യരുണ്ട്. എന്നിട്ട് ഞാൻ ആലോചിക്കണം, ഇവരൊക്കെ അവസാനം ഉണ്ടല്ലോ ഡിപ്രഷനിലാണ്. ഡിപ്രഷൻ. അനേകം പേര്. നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും വെളിച്ചം കാണിച്ചു കൊടുക്കണം. അതായത് നമ്മൾ ചെയ്ത കാര്യം മറ്റുള്ളവർ ചെയ്യാം. അതങ്ങനെ ചെയ്താലടാ ചെയ്യണം, അങ്ങനെ തോന്നണം. നമ്മൾ ചെയ്തൊരു കാര്യം മറ്റുള്ളവർക്ക് ചെയ്യാൻ തോന്നണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ആരോഗ്യ മേഖലയിൽ എന്തോരം ആവശ്യമാണെന്നറിയോ? എന്തോരം ആവശ്യം. ഒരു ടെസ്റ്റ് നടത്തി കിട്ടാൻ. അത് മാത്രമല്ല, നമ്മൾ ഈ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ, ഞാനിപ്പോൾ ഈ ആംബുലൻസിന്റെ കാര്യം പറഞ്ഞത്, മൊബൈൽ ലാബിന്റെ കാര്യം പറഞ്ഞത്, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആ കിഡ്നി രോഗിയെ രക്ഷപ്പെടുത്താമായിരുന്നു.